പ്രൈസ് ലോർഡ് എവ്രിവൺ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഭാഗ്യവാനാകുക എന്നിങ്ങനെയുള്ള വാക്കുകൾ ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന് മറ്റൊരർത്ഥം പറയുവാണെങ്കിൽ ഏത് കാര്യത്തിനു വേണ്ടിയിട്ട് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും സക്സസ് ആകുക. വേറൊരർത്ഥം നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ ഫേവർ ലഭിച്ചൊരു മനുഷ്യനാകുക. ഇങ്ങനെ പല അർത്ഥങ്ങൾ നമുക്കിതിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിലേക്ക് എങ്ങനെ എത്താം, ഇതെന്റെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകാറുണ്ട്, പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1 അധ്യായം 1-2 വചനങ്ങൾ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒറ്റ വചനം അല്ലെങ്കിൽ ഒറ്റ ഒരു ദൂത് എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ഒരു ദൂത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ അവന്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്കിപ്പോൾ ജോലിക്ക് പോകണ്ടേ, എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? നിങ്ങൾക്ക് നോക്കാം, അതിനൊരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ദൈവം പറയുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി തീരുക. ലോകപ്രകാരം ലോകത്തിന്റെ ചിന്തകൾ, പാപത്തിന്റെ ചിന്തകൾ, ഇതിനെല്ലാം വിട്ടുകളഞ്ഞ് ദൈവികമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ സന്തോഷിക്കുക. ഓക്കെ, എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കൊരു ബ്ലെസ്സഡ് മാനായിട്ട് മാറാൻ കഴിയും. നമുക്കൊരു ഗോഡ് ഫേവർഡ് മാനായിട്ട് മാറാൻ കഴിയും. ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ദൈവം നിങ്ങളാക്കി തീർക്കട്ടെ. നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും ദൈവത്തോടുള്ള സ്നേഹവും ഒക്കെ നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. May God bless you all. Amen.